സംഭവം IPL ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസാവാനായെങ്കിലും നമ്മുടെ സൂര്യവംശിക്ക് അത് കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം തോന്നുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോ തൊട്ടിട്ട് ഓരോ മാച്ചസിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ ആളിങ്ങനെ മെല്ലെ മെല്ലെ കളിച്ച് വരികയാണ്. എന്ന് കളിച്ച് നോക്കാം, ആ ഒരു സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് പോവാന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ മാച്ചിൽ ആ ഒരു പ്രശ്നമൊക്കെ നടന്നത്. ആ പ്രശ്നം നടന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് എന്തൊരു ഇതാണ്, ആ ചെക്കൻ ഇങ്ങനെ മറ്റേതായിട്ടില്ല, മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു പ്രതികാരം പോലെയായിരുന്നു ശരിക്കും ഇന്നത്തെ മാച്ച് കേട്ടോ. ഫൈനൽ മാച്ച്, അതായത് ട്രെയിനേഷൻ സീരീസിന്റെ ഫൈനൽ മാച്ചിൽ ആളുടെ വെടിക്കെട്ട് 29 ബോളിൽ 94 റൺസ്, 10 4 8 6, 324 സ്ട്രൈക്ക് റേറ്റ്, അതും ODI മാച്ചിൽ. അവിടെയാണ് 11 ബോളിലാണ് ആൾ 50 അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ. ആ ഒരു കളി എന്ന് പറയുന്നത് വെറുതെ ഉള്ള ആളെ യൂണിവേഴ്സൽ ബേബി ബോസിനൊക്കെ വിളിക്കുന്നത്. കാരണം അങ്ങനെ ഒരു താണ്ഡവമാണ് ശരിക്കും ആടിയത്. അടിക്കുന്ന ഓരോ അടിയും കറക്റ്റ് ആ ഒരു ബാറ്റിനെ നടുക്കന്നെ കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് 6ലും 4ലൊക്കെ. ആളുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു അഗ്രഷൻ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കാരണം തന്നെയാണ് 377 എന്നുള്ളൊരു സ്കോറിലോട്ട് ശരിക്കും ഇന്ത്യക്ക് എത്താൻ പറ്റിയത്. ശരിക്കും അതിലും മേലെ എത്തുമായിരുന്നു, പക്ഷെ പിന്നീട് പോയ വിക്കറ്റുകളിലാണ് ശരിക്കും കളി ഒന്ന് മെല്ലെ ഒന്ന് അങ്ങോട്ട് പോയത്. പക്ഷെ എന്നാലും ആ ഒരു സൂര്യവംശിയുടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. ശരിക്കും ഒരു അസറ്റ് തന്നെയാണ് ഇന്ത്യൻ ടീമിന് ഇനി ഫ്യൂച്ചറിലോട്ടാണെങ്കിലും. ഇപ്പൊ ഓരോ മാച്ച് കഴിയും തോറും ആളുടെ കളി അടിപൊളിയായിട്ട് വരുന്നേ ഉള്ളൂ. അങ്ങനെ താഴോട്ട് പോകുന്ന ഒരു സംഭവത്തിലോട്ട് വരുന്നില്ല. ഇന്നലെ മാച്ചിൽ കളിച്ച എല്ലാവരും ഏകദേശം കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നോക്കി കേട്ടോ. അതായത് വെറുതെ ഒരു കളിയല്ല. കാരണം പ്രിയാൻ ഷാരി ആണെങ്കിലും 29 ബോളിൽ 39 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഋതുരാജ് 40 റൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിലക് വർമ്മ 67 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. കുമാർ കുശാഗ്ര 36 റൺസ്, വിപ്രാജ് നിഗം 29 റൺസ്. ഞാൻ വിപ്രാജ് നിഗവും ലാസ്റ്റിലോട്ട് ഇറങ്ങിയ നമ്മൾ അനുകുൽ റോയും അവർ രണ്ടുപേരും അടിച്ച ഒരു അടിയിലാണ് കുറച്ചും കൂടി ആ ഒരു സ്കോറിലോട്ട് എത്താൻ പറ്റിയതും. അവര് മറ്റേ ഒരു ODIയിലോ അല്ലെങ്കിൽ അങ്ങനെ കളിക്കുന്ന രീതിയിലല്ല, കുറച്ചും കൂടി IPL ആ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു അടി ഉണ്ടായിരുന്നത്. കാരണം വിപ്രാജ് 20 ബോളിൽ 29 റൺസ് എടുത്ത സമയത്ത് നമ്മൾ അനുകുൽ റോയ് 15 ബോളിൽ 39 റൺസ് അടിച്ചിട്ട് ഏകദേശം 260 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. അങ്ങനെ 377 9 എന്നുള്ളൊരു സ്കോറിൽ, അതും ഒരു ഫൈനൽ മാച്ചിൽ, പ്രഷർ സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു മാച്ചിലാണ് ഇവരൊക്കെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചെന്നുള്ളത് കൈയടിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. സൂര്യവംശി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താണ്ഡവാടിയതുകൊണ്ട് ബൗളേഴ്സിൽ അങ്ങനെ എടുത്തു പറയേണ്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും ശ്രീലങ്കയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എല്ലാവരും അത്യാവശ്യം അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചെങ്കിലും നല്ല രീതിയിലുള്ള ബോളറിന് അടി കുറച്ച് വാങ്ങിയത്, അതായത് 3-4 അടുപ്പിച്ച് എക്കണോമിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെ വനുജയാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫെർണാണ്ടോ അത്യാവശ്യം അടി വാങ്ങി, പക്ഷെ എന്നാലും 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല അടി വാങ്ങിയിട്ട് 2 വിക്കറ്റ് എടുത്ത സമയത്ത് ഷിറാസും സഹനും ദുലജും 3 പേരും ഓരോ വിക്കറ്റുകൾ വീതെടുത്തിട്ടുണ്ടായിരുന്നു. 378 എന്നുള്ളൊരു ചേസിംഗിലോട്ട് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് ശരിക്ക്